ഹലോ, അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. എല്ലാവർക്കും അറിയണത് തന്നെയാണ്, എന്നാലും ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ക്യാപ്സിക്കം, ക്യാരറ്റ്, വലിയുള്ളി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തു. ഇത് വലിയുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചക്കടലല്ലേ അതും കൂടെ വേവിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂണ് മുളക് പൊടി, ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ബീഫാണ് കേട്ടോ. ബീഫ് ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് മല്ലിച്ചപ്പാണ്, മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടോ. ഇത് കിഴങ്ങാണ്, ഞാനൊരു 2 കിഴങ്ങ്, ഒരു മീഡിയം സൈസ് 2 കിഴങ്ങ് എടുത്തിട്ട് അത് വേവിച്ച് ഉടച്ചെടുത്തതാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയൊന്നും ചെയ്യാനില്ല, ചെറിയ ഉരുളകളാക്കിയിട്ട് ഇത് ബ്രെഡ് പൊടിയാണ്. അതുപോലെ തന്നെ ഇത് മുട്ട, ഉപ്പും കുരുമുളകും ഇട്ടിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുത്തതാണ്. അതിൽ മുക്കിയിട്ട് ഞാൻ ഇതേപോലെയാണ് ചെയ്യൽ. ആദ്യം എല്ലാം മുട്ടയിൽ ഇങ്ങനെ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ ഇട്ട് വെക്കും, അവസാനമാണ് അത് ഷേപ്പ് ചെയ്തെടുക്കൽ കേട്ടോ. ഇനി ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് എല്ലാം. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി കട്ട്ലേറ്റാണിത്. എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ വെജിറ്റബിളും ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ.